കാലവർഷം പടിവാതിൽക്കിലെത്തിയിട്ടും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ ആനയിറങ്ങൽ വരെ 30-ലധികം മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. പകുതിയിൽ അധികവും ഉണങ്ങി ദ്രവിച്ച സ്ഥിതിയിലാണ്. കാലവർഷത്തിലെ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ദേശീയപാതയിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. കാലവർഷം പടിവാതിൽക്കലെത്തിയതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെയുള്ള സഞ്ചാരം ഏറെ അപകടം നിറഞ്ഞതായി മാറി. ശക്തമായ കാറ്റിൽ ദേശീയപാതയിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള നിരവധി മരങ്ങളാണ് പാതയോരത്തുള്ളത്. ഇതിൽ പകുതിയും ഉണങ്ങി ദ്രവിച്ച വലിയ മരങ്ങളാണ്. ബോഡിമെട്ട് മുതൽ ആനയിറങ്കൽ വരെ ദേശീയപാതയോരത്തും സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലുമായി 30-ലധികം മരങ്ങളാണ് യാത്രയ്ക്ക് ഭീഷണി ഉയർത്തുന്നത്. നമുക്കറിയാം, ടൂറിസം സീസൺ ഏകദേശം അവസാനിച്ചുവെങ്കിലും നിരവധി വാഹനങ്ങൾ ഈ റോഡിൽ കൂടി പോകുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി വാഹനങ്ങൾ മൂന്നാർ സന്ദർശിക്കുന്നതിന് വേണ്ടി പോകുന്ന നിരവധി വാഹനങ്ങൾ ഓടുന്ന ഒരു ദേശീയപാതയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മരങ്ങൾ ഈ റോഡോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞെങ്കിലും ഇതുവരെയുള്ളൊരു സമീപനം, സർക്കാരിൻ്റെ ഒരു സമീപനം വളരെ ഇതിനോട് നിസ്സംഗമായൊരു ഭാവമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിൽ മരമൊടിഞ്ഞു വീണ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ബന്ധപ്പെട്ട വകുപ്പുകൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ആശ്രയിക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ മൂലത്തറ മുതൽ ആനയിറങ്കൽ വരെയുള്ള 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ അപകട ഭീഷണിയായി നിൽക്കുന്നത്. നിരവധി മരങ്ങൾ അപകട ഭീഷണിയായിട്ട് റോഡിലോട്ട് ചാഞ്ഞ് ഉണങ്ങിയും കമ്പൊടിഞ്ഞ് ചാടിയും ഒക്കെ ആയിട്ട് ആ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ മരങ്ങൾ വെട്ടിമാറ്റാനുള്ള ഒരു നടപടി ഉണ്ടാവണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ദേശീയപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാവുകയും യാത്രക്കാർ മരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.